നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല ഭാമേ, നല്ല പ്രയാസമുണ്ടോ? സാരമില്ല രാഘവേട്ട. ഞാൻ പങ്കജത്തിന് വിളിക്കട്ടെ? വേണ്ട, അവൾ ഉറങ്ങിക്കാണും. ശല്യപ്പെടുത്തണ്ട. മോളെ, പങ്കജം, നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ രാഘവേട്ട, എനിക്കിപ്പോ തോന്നുന്നതേ ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഇവൾക്കാണെന്ന്. മറ്റുള്ളവർക്കെല്ലാം ഓരോരോ കാര്യലാഭമുണ്ട് എന്നെ കൊണ്ട്. ഇവൾക്കെന്താ നമ്മളോട് രക്തബന്ധമില്ല. ഈ വീടുമായിട്ട് അടുപ്പമുണ്ടായത് തന്നെ ഈ അടുത്ത കാലത്താ. കൊടുക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്താ പോരെ. അതിനു പുറമെ എന്റെ ഓരോ കാര്യവും നോക്കി അതാത് സമയത്ത് ചെയ്യും. അത് പറഞ്ഞപ്പോഴാ, നിനക്ക് ഈ മാസത്തെ ശമ്പളം? നീയോ? നിന്നോട് ആര് പറഞ്ഞെന്റെ കാല് തടവാൻ? സത്യമേ, ഞാനത് പങ്കുചാണെന്നല്ലേ ഞാൻ കരുതിയത്. ഭാമേ, ഇവള് കാല് തടവെന്ന് വെച്ചാ എന്താ? നമ്മളുടെ മകളുടെ സ്ഥാനമല്ലേ അവൾക്ക്? ഈ കാല് തടവൽ ആത്മാർത്ഥമായിട്ടാണെന്നാണോ രാഘവേട്ടൻ കരുതിയിരിക്കുന്നത്? ഭാമേ, ദേ, കാല് തടവിട്ടും ചെരുപ്പ് തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ അനിയത്തിയുടെ സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയിരിക്കണം. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ. ഒരേ ഒരാഴ്ച മാത്രം നിനക്ക് സമയം തരാം. അതിനൊരു മാറ്റവും ഇല്ല. സത്യമേ, അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ. കടക്കടി പുറത്ത്. ഭാമേ, സത്യമേ, ഞാൻ നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്. ഭാമേ, അത്രയും വേണ്ടിയിരുന്നില്ല കേട്ടോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള്. ഇത് തന്നെയാ രാഘവേട്ട പറഞ്ഞത്. ഒരു കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ചെയ്യുന്നതിന്റെയൊക്കെ അർത്ഥം പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നെല്ലിശ്ശേരിയിലാവുമ്പോ പലിശ അടയ്ക്കണ്ട. നിങ്ങൾക്ക് സാവധാനം മുതലടച്ച് പ്രമാണം തിരികെ എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും തരാം. ഇതും കൂടി നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ആതിരയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. സച്ചേട്ടന് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അച്ഛൻ ഓരോന്ന് സ്വയം ആലോചിച്ച അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് തന്നെ അർച്ചന എന്റെ പേടിയും.
സന്ദീപിനെ കാണാൻ വൈകുന്നോറും അച്ഛന് ഇത് തന്നെ ആയിരിക്കില്ല ചിന്ത. അത് ചിലപ്പോ ഇതിനേക്കാൾ വഷളാവുകയും ചെയ്യും. ഞാൻ സന്ദീപിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ അച്ഛന് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെയാ കണ്ടില്ലെന്ന് അടിക്കുന്നേ? സന്ദീപും അനക്കയും വിളിച്ചിരുന്നു. എന്നെയല്ല, അവന്റെ അടുത്തേ. തന്നോടാര് പറഞ്ഞു? എന്നോടല്ല, അച്ഛനോട് ഏടത്തേന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ട്രേസ് ചെയ്താ അവരെവിടാണുള്ളതെന്ന് മനസ്സിലാവുമല്ലോ. ഞാൻ എടുത്തോട് ചോദിക്കട്ടെ. ആ നമ്പർ ഇപ്പൊ തന്നെ വാങ്ങാം. അതിന് അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. അതെ സച്ചേട്ടാ, അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടില്ല. അവന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ. എന്തിന്? ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ അവന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. അതെന്തിനായിരിക്കും ഇങ്ങനൊരു കള്ളം അപ്പൊ തന്നെ പറഞ്ഞെന്ന് സച്ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാവില്ലേ? സന്ദീപിനെ അനക്കയും കാണാനില്ലെന്ന് കേസ് കൊടുത്ത് ഒരു അന്വേഷണം വന്നാ അവന്റെ അടുത്തേക്ക് എന്താ കുഴപ്പം? അത് ഏടത്തെ അന്നേ പറഞ്ഞ കാര്യമല്ലേ? അനഘ ഒരു പെൺകുട്ടിയാ. ഇതൊക്കെ കേസായി എല്ലാവരും അറിഞ്ഞാ സന്ദീപിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അനഘയാവും. ഈ വീട്ടിലുള്ള കുറച്ചാളുകൾ കുറച്ച് കൂടുതൽ നിഷ്കളങ്കരാ സച്ചേട്ടാ. അതാ ഓരോരുത്തർ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതും. അത് താൻ പറഞ്ഞ ശരിയാ. നിഷ്കളങ്കരായ ആളുകളെ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ചിലപ്പോ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറയും. താൻ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അനഘയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, അത് നമുക്കും അപകടം. ഒരു അന്വേഷണം വന്നാ അത് ചെന്നെത്തി നിൽക്കുന്നത് ആതിരയുടെ അടുത്തായിരിക്കും. സമാധാനപരമായി നമ്മളെല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനിരിക്കുന്ന ആ കാര്യം, അതായത് സന്ദീപ് ആതിരയെ വിവാഹം കഴിച്ച കാര്യം പോലീസ് വഴി എല്ലാവരും അറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാവില്ല നടക്കാൻ പോകുന്നത്. കേസിന്റെ ഗതി തന്നെ മാറും. വാദി പ്രതിയായി മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് പ്രശ്നമാണെന്നാണ് നീ പറയുന്നത്? മഹേട്ടനൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ സ്വത്തുക്കളുടെയും കമ്പനിയുടെയും അധികാരം ആർക്കായിരിക്കും? അത് നമ്മുടെ അമ്മയ്ക്ക്. അല്ല, ശ്രേയയ്ക്ക്. ശ്രേയയുടെ സ്വഭാവം അല്ലാതെ തന്നെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ളപ്പോ അവക്ക് എല്ലാ സ്വത്തുക്കളുടെയും ബിസിനസിന്റെയും അവകാശം കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പിന്നെ ശ്രേയയുടെ മുമ്പിൽ പിച്ച എടുക്കേണ്ടി വരും. അങ്ങനെ പിച്ച ചോദിച്ചാലും അവൾ എന്തെങ്കിലും തരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. നമ്മളാരും ഒരുത്തിയുടെ മുന്നിലും പിച്ച ചോദിച്ചു നിൽക്കാൻ പോകുന്നില്ല. മഹി ജീവിച്ചിരുന്നാലേ അവക്ക് സ്ഥാനമുള്ളൂ. അത് മാത്രമല്ല, അവളുടെയും മഹിയുടെയും വിവാഹം നടക്കുകയും വേണം. അങ്ങനെ മഹിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയില് ശ്രേയ വിവാഹത്തിന് തയ്യാറായ അത് മഹിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള അവളുടെ അടവാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാം. ഇനി അതല്ല, മഹിക്ക് എന്തെങ്കിലും സംഭവിച്ച, അയ്യോ, ഈ അവസ്ഥയില് മഹിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാം മാളൂന് മാത്രം സ്വന്തമാവും. അങ്ങനെ മാളൂന് മാത്രം സ്വന്തമായ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മഹേട്ടന് എന്തെങ്കിലും സംഭവിക്കുന്നൊരു സൂചന കിട്ടിയാ എത്രയും പെട്ടെന്ന് മഹേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങണം. വെറുതെ വെള്ള പേപ്പറിൽ സൈൻ കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെന്ത് ചെയ്യും?
സ്വത്തുക്കള് മാളുവിന്റെ പേരിലായ പിന്നെ അതിനെന്തെങ്കിലും കൈമാറ്റം സംഭവിക്കണമെങ്കിൽ മാളുവിന് 18 വയസ്സ് കഴിയണം. അപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാവും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? മഹിയേട്ടന് ഓർമ്മ നഷ്ടപ്പെടാതെ ഒരു കുഴപ്പവും സംഭവിക്കാതെ തിരിച്ചു വരണം. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പോ ഉള്ളതുപോലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോവാലോ. ഇപ്പോഴത്തെ അവസ്ഥയില് മഹിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഗോകുല് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നതും എന്നെ കൊണ്ട് മഹിയെ കൊല്ലിച്ച് മാളുവിനെ സ്വന്തമാക്കാൻ നോക്കിയതുമെല്ലാം മാളുവിലൂടെ അവന് കിട്ടാൻ സാധ്യതയുള്ള സ്വത്തുക്കൾ മുന്നിൽ കണ്ട. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അവന് കൂട്ടുനിന്ന് മണ്ടനായനെ. അല്ല, രാഹുൽ എന്താ ആലോചിക്കുന്നേ? ഞാൻ മാളുവിനെ കുറിച്ച് ആലോചിച്ചത്. മാളുവിനെന്താ? മാളു എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായാ പിന്നെ മാളുവിനു വേണ്ടി എല്ലാരും കടിപിടി കൂടാൻ തുടങ്ങും. പലരും മാളുവില് അവകാശവും പറഞ്ഞുകൊണ്ട് വരും. ആ, അത് ശരിയാ. അപ്പോ രേഷ്മ പറഞ്ഞത് തന്നെയാണ് നല്ലത്. മഹി ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന് തൊട്ടു കൊടുത്തോട്ടെ. ശ്രീ മഹേശ്വരൻ കേൾക്കും. ഗംഗ പ്രാർത്ഥിച്ചാൽ എന്റെ അച്ഛന് പെട്ടെന്ന് അസുഖം മാറും. മാളു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇത് മഹേട്ടന്റെ ജീവന്റെ പ്രശ്നോ? നീ വെറും കുട്ടിയാ. നിനക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പറഞ്ഞു കൊടുക്കാൻറ്റി. അതെ മാളു, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള ഒന്നും രോഗിയുടെ ദേഹത്ത് പുരട്ടാൻ പാടില്ല. ഇത് ഭസ്മാണ്. ഇത് മഹേട്ടന്റെ നെറ്റിയിലൊന്ന് തൊടിയിച്ചാൽ മാത്രം മതി. പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? ഇറങ്ങി പോടി. എന്താ ഇത്? എന്താ ഇവിടെ ഇത്ര ബഹളം? ക്രിട്ടിക്കലായ ഒരു പേഷ്യന്റിനെ കിടത്തിയിരിക്കുന്ന സ്ഥലത്താണോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഡോക്ടർ, ഇവള് കണ്ട് ചാരവും പൊടിയൊക്കെ എടുത്തോണ്ട് വന്ന് മഹേട്ടിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ നോക്കുവാ. അല്ല ഡോക്ടർ, ഇത് ശ്രീ മഹേശ്വരന്റെ പ്രസാദമാ. നീ എന്താണ് ഇപ്പൊ ചെയ്തേ? നിന്നെ ഞാൻ... നിൽക്ക്. മഹി ഉണരുവാണെന്ന് തോന്നുന്നു. ശ്രീ മഹേശ്വരൻ, മഹേട്ടാ, മഹേട്ടനൊന്നും സംഭവിക്കില്ല. ശ്രീ മഹേശ്വരൻ രക്ഷിക്കും. എനിക്കത് ഉറപ്പാ. മഹി, മഹിക്കിത് ആരാണെന്ന് മനസ്സിലായോ? ഗംഗ. അച്ഛാ, മോളെ, മോളെ, മോളെ. ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. മഹിയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇത് ശരിക്കും
ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ചില കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വേണമെന്ന്? അത് ലഭിക്കാൻ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും സാന്നിധ്യവും നല്ലതാ. നന്നായി ഗംഗേ, നിന്റെ പ്രാർത്ഥനയാ മഹിക്കൊരു പുനർജന്മം നൽകിയത്. നിന്റെ മനസ്സിന്റെ നന്മ മഹി തിരിച്ചറിയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അബോധാവസ്ഥയിൽ പോലും മഹി ഗംഗയുടെ പേര് പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ഇവിടെ നിൽക്കുന്ന? മമ്മി അകത്തുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് അമ്മൂനെ കൊണ്ടുവന്നതാ. ഇപ്പൊ അവളും ഞങ്ങളും അടുത്ത ബന്ധുക്കളല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തായാലും സഞ്ജുവിനെ എന്റെ സ്വന്താക്കല്ല ഇനിയുള്ള ഉദ്ദേശം. 2 പെണ്ണ് കെട്ടിയവനെ ഇനി ഏത് പെണ്ണ് മോഹിക്കാനാ? നിനക്കിനി ഇവിടെ കുടികിടപ്പല്ലാതെ മറ്റെന്ത് വഴിയാ ഉള്ളത്? സഞ്ജുവിനെ ഒന്ന് കാണണമെങ്കിൽ അമ്മുവിന്റെ കണ്ണു വെട്ടിക്കണം. നീ നോക്കിക്കോ, നിന്നെ അവള് കൈയോടെ പൊക്കും. അവളുടെ കണ്ണിൽ അവളുടെ ഭർത്താവുമായുള്ള അവിഹിതത്തിന്. ഞാൻ സഹിച്ചു. നീ നിന്റെ പണി നോക്കി പോടി. ഞാൻ എവിടെ പോവാനാ? എന്റെ പണി ഇതൊക്കെ തന്നെയാ. ഈ നാട് വിട്ടു പോകാതെ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നിന്നോടുള്ള പക കൊണ്ടല്ല. എന്റെ പക സഞ്ജുവിനോടാ. എന്റെ കഴുത്തിൽ താലി കൊണ്ട് വെച്ചിട്ട് എടുത്തോണ്ട് പോയവനവൻ. അവൻ 2 പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടും ഒരു പെണ്ണിന്റെ കൂടെയും ജീവിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാ. സഞ്ജനയ്ക്ക് അതൊന്ന് കാണണം. 2 പെണ്ണോ? അമ്മ പറയുന്നത് അവളുടെ ഭർത്താവ് സഞ്ജു ആണെന്നല്ലേ? എങ്കിൽ ഞാനും അങ്ങനെ കരുതുന്നതില് എന്താ സ്വാതി തെറ്റ്? ഒന്നുകൂടി ഞാൻ നിന്നോട് പറയാം. അമ്മൂനെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ അവളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഒരു കല്യാണം മുടങ്ങിയ കഥയൊക്കെ ഈ നാട്ടുകാർക്കറിയാം. നീയാണ് സഞ്ജുവിന്റെ ഭാര്യയെങ്കിൽ അമ്മൂനെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്. ആ ദിവസത്തിന് വേണ്ടിയാ ഈ സഞ്ജുനെ കാത്തിരിക്കുന്നെ. മംഗലശ്ശേരി വീടിന്റെ ഗേറ്റിന് മുന്നിൽ അവളെ ഞാൻ കൊണ്ടിരുത്തും. ആഹാ, 2ാം ഭാര്യ എത്തിയല്ലോ. ആരുടെ 2ാം ഭാര്യ ദക്ഷമേ? അതൊന്നും നിനക്കറിയില്ലെങ്കിലേ ദാ ഇവളോട് ചോദിക്കേ. ചേച്ചി പറ്റണോ ദക്ഷമ ഇങ്ങനെ പറഞ്ഞത്? അതെ, അവളുടെ ഭർത്താവിന് വേറൊരു പെണ്ണുമായി കണക്ഷൻ ഉണ്ടെന്ന് കേൾക്കുന്നു. അതല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നാ പോകാം മോളെ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ ലച്ചു. ശരി ശരി അമ്മു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഞാനാ, നിന്റെ നിരീക്ഷണങ്ങളാ. ഇയാൾ എന്റെ തലക്കടിച്ച് ബാഗ് എടുത്ത് കടന്നു കളഞ്ഞതാ. ലച്ചു അങ്കിളിനെ തിരിച്ചറിഞ്ഞില്ലേ? അതല്ല ഗോവിന്ദ്, മുമ്പ് നടന്ന ഒരു സംഭവം കാവേരി പറഞ്ഞ് ഗോവിന്ദ് അറിഞ്ഞല്ലേ? ആ, അപ്പച്ചി ആ സംഭവം എന്നോടും പറഞ്ഞിരുന്നു.
അവൾ ആ സംഭവം ഓർക്കണമെങ്കിൽ പഴയ ഓർമ്മകൾ അവളിലുണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ? അല്ലേ ഗോവിന്ദ്? തീർച്ചയായും. ലച്ചു മറന്നുപോയ നാളുകളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. അമ്മൂന് ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം ഞാനാ. അതിന്റെ കുറ്റബോധം കൊണ്ടാ ഞാൻ കാവേരിയും കൊണ്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇതെനിക്ക് സഞ്ജുവിനോട് വന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയും നിങ്ങൾ ആ പഴയ അമ്മൂനെ എനിക്ക് മടക്കിത്ത. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നപ്പോഴാ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്ന. ദിനേശ് അങ്കിളിനെ മുന്നിൽ നിർത്തി വേണം ഇനി നമ്മുടെ ഓരോ നീക്കവും. നമുക്കേ ആ പഴയ സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്താലോ? വിജനമായ സ്ഥലത്ത് ലക്ഷ്മി എത്തിച്ചിട്ട് ദിനേശൻ അങ്കിള് അവളെ ആക്രമിക്കാൻ വരുന്നതായിട്ട്. അതല്പം കടന്നുകൈയായി പോകുന്നൊരു സംശയമുണ്ട്. ഏതിനും ലക്ഷ്മിയുടെ ഡോക്ടറുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ സഞ്ജുവിനെ കാണാൻ വരാം. സഞ്ജു പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ നമ്മുടെ നീക്കം പാളിപ്പോയ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരു പരിശ്രമം മാത്രമല്ലേ? ദിനേശ് അങ്കിളിനെ കണ്ടപ്പോ ലച്ചുവിന് പെട്ടെന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്തൂടാ? സഞ്ജുവിന്റെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അവൾക്ക് ചിലപ്പോ ബോധക്ഷയം സംഭവിച്ചേക്കാം. പക്ഷെ അതിൽ നിന്ന് അമ്മ ഉണരുന്നത് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നിലയിലേക്കാവില്ലേ? എന്താ ഇക്കാര്യത്തില് ഗോവിന്ദനൊരു ആശങ്ക? അമ്മൂന് എന്ത് അപകടം വരുന്ന? അപകടമുണ്ട്. ഈ ഷോക്കിൽ അവളുടെ അവസ്ഥ കൂടുതൽ വഷളാകാൻ സാധ്യതയേറെയാണ്. ഇപ്പോ 1 വർഷത്തെ ഓർമ്മകളെ മാഞ്ഞു പോയിട്ടുള്ളൂ. ഈ ഷോക്കില് ഒന്നുകിൽ മനസ്സ് മുഴുവൻ ബ്ലാങ്ക് ആവാം, അല്ലെങ്കിൽ മനോനില തെറ്റിയെന്നും വരാം. വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഭാര്യ പിറന്നാളുകാരന്റെ അരികിലേക്ക് ഇരുന്നോളൂ. വേണ്ട വേണ്ട വേണ്ട, പ്രഭാവതി ഇവിടെ ഇരിക്കണ്ട. ഇവിടെ ഇരിക്കേണ്ടത് എന്റെ ഗായത്രി ദേവിയാ. ഗായത്രി ദേവിക്ക് വേണ്ടി ഇവിടെ സ്ഥലം ഒഴിച്ചിടണം. അതുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് മാറി നിന്നേ. മാറ്, മാറ്. അളി എന്തായി പറയുന്നേ? ഗായത്രി ദേവി വരുമെന്നോ? ഗായത്രി ദേവി വരുമെന്ന് യാതൊരു വിശ്വാസവും എനിക്കില്ല. ഗായത്രി അമ്മ ഇന്ന് വരുമെന്നാണല്ലോ പാർവതി പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഗായത്രി ദേവിയുടെ ആണ്ടിനും പാർവതി പറഞ്ഞത്? എന്നിട്ട് ഗായത്രി ദേവി വന്നോ? നമ്മളാരെങ്കിലും ഗായത്രി ദേവിയെ കണ്ടോ? ഇത്തവണ അത് തന്നെ സംഭവിക്കും. ഗായത്രി ദേവി വരില്ല. അങ്കിളെ, ഒരു തർക്കമൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അമ്മ ഇന്ന് വരുമെന്നും അച്ഛന്റെ അരികിൽ ഇരിക്കുമെന്നുള്ളത് അത് അച്ഛന്റെ വിശ്വാസമാണ്.
അതെ, അതുപോലെ തന്നെ നടക്കട്ടെ. സ്വാമിജി, പൂജ തുടങ്ങിക്കോളൂ. പൂജ നടക്കട്ടെ. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ഉദയനൂരമ്മ, നീ തന്നെ സ്വാമിജിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭാവതി ഗോപി സാറിന്റെ അടുത്തിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. ഗായത്രി അമ്മ ഇരിക്കേണ്ട സ്ഥാനത്ത് പ്രഭാവതി അമ്മ ഇരിക്കാൻ പാടില്ല. അതാ എന്നെ വിഷമിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വാമിജിയും. ദേവമ്മ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നേരിട്ട് ദേവമ്മയെ കാണുന്നുമില്ല. നീ വിഷമിക്കാതിരിക്കേ, ഗായത്രി അമ്മ വരും. മോളെ, അമ്മേ, പാറു, നിനക്ക് ഇപ്പൊ സമാധാനായില്ലേ? നീ ആഗ്രഹിച്ചതുപോലെ ദേവമ്മ വന്നില്ലേ? അപ്പോ എന്നെ കാണാതെ മോള് വിഷമിച്ചിരിക്കായിരുന്നോ? അമ്മയെ കാത്ത് ഞാൻ എത്ര നേരായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ എത്തിയല്ലോ. നിനക്ക് സന്തോഷായില്ലേ? നിന്റെ വിഷമം മാറിയില്ലേ? സന്തോഷായി. അമ്മയെ കാണാത്തതിന്റെ വിഷമവും മാറി. പക്ഷേ ഇവിടെ എന്തോ അനിഷ്ടങ്ങൾ നടക്കാൻ പോവാ, ദുരന്തങ്ങൾ നടക്കാൻ പോവാ. ഉദയനൂരമ്മ അതെനിക്ക് കാണിച്ചു തന്നു. എന്താ ദേവി നിനക്ക് കാണിച്ചു തന്നത്? ഇവിടെ പൂജ നടത്താൻ പോകുന്ന സ്വാമിജിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്ന സൂചനയാ അമ്മ എനിക്ക് നൽകിയത്. അത് കണ്ട ശേഷം ഞാൻ ആകെ പ്രയാസത്തിലാ അമ്മ. ആ ആപത്ത് എങ്ങനെ തടയും? അതിനൊരു വഴിയും ഞാൻ കാണുന്നില്ല. വിധിയെ ആർക്കും തടയാൻ കഴിയില്ല മോളെ. അമ്മ, ആപത്തുണ്ടാവുമെന്നും പൂജ നടത്താതെ മടങ്ങിപ്പോണോന്നും ഞാൻ ആ പൂജാരിയോട് പറഞ്ഞതാ. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊള്ളുന്നില്ല. മോളെ, നീ ഇവിടെ ഇരുന്നാൽ ഒന്നിനെയും തടയാനാവില്ല. നീ വാ, നമുക്ക് താഴോട്ട് പോവാം. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സങ്കടപ്പെടാതെ വാ. ഉദയനൂരമ്മ നിന്റെ കൂടെ ഇല്ലേ? പിന്നെന്താ, വാ മോളെ.
ദൈവമേ, ഇരിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വൈസ് ചെയർപേഴ്സൺ ഐശ്വര്യ മാഡത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുക. ഓക്കെ, അത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ആഖി പഴയതുപോലെ കമ്പനി ഉത്തരവാദിത്തങ്ങൾ ഏൽക്കണം, അല്ലേ വസു? അത് ശരിയാ. വൈസ് ചെയർപേഴ്സണെ മാറ്റുന്ന കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്തിട്ട് എന്താ ഏതാന്നൊക്കെ വേണ്ടതുപോലെ ചെയ്യാം. അഖി കമ്പനിയുടെ മൊത്തത്തിലുള്ള ചുമതലയേക്കട്ടെ. അതെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അഖി കമ്പനി ചുമതലയേക്കണം. സമ്മതിച്ചു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ കണ്ടീഷൻ ആദ്യം നടപ്പിലാക്കണം. എന്നെ പുറത്താക്കി അടങ്ങുള്ളൂ അല്ലേ? ഇത്രയ്ക്ക് വാശി എന്താക്കി എന്നോട്? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിക്കണമെങ്കിൽ നിലവിലുള്ള വൈസ് ചെയർപേഴ്സണെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ശ്യാമയെ നിയമിക്കണം. ഇത് ഒരു നല്ല നിർദ്ദേശം. ആ, എനിക്കും അതിന് സമ്മതം. ആ അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. അപ്പോ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം, അല്ലേ? ഈ കമ്പനിയുടെ ചെയർപേഴ്സണായി ശ്യാമ ഈ പടി കയറുന്ന നിമിഷം ഞാൻ കമ്പനിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നേക്കുമായി. അറിയാം, എനിക്കറിയായിരുന്നു ഇതാകും മറുപടിയെന്ന്. ഞാൻ എന്റെ പുന്നാര അമ്മയുടെ മനസ്സ് ഒന്നുകൂടി അറിയാൻ വെറുതെ പറഞ്ഞതാണ്. എന്റെ ശ്യാമയുടെ കരിയർ ഇവിടെ കമ്പനി നടത്തി തീർക്കാനുള്ളതല്ല. അയാൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കമ്പനി ചുമതല ഏൽക്കുന്ന കാര്യം നടക്കില്ല. എനിക്ക് തൽക്കാലം അത്യാവശ്യം ജീവിക്കാൻ മാർഗമുണ്ട്. പച്ചക്കറി ബിസിനസ്. ആ ചെറിയ ലാഭം മതി എനിക്ക്. ഈ കമ്പനിയുടെ വളർച്ചയിൽ നിന്റെ വിയർപ്പ് കൂടിയുണ്ട്. അന്ന് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്നെ മാറ്റുമ്പോ അത് ഓർത്തില്ലേ? എന്റെ കട അടച്ചിട്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോവാ. എന്റെ ബിസിനസ് അതാ എനിക്കിപ്പോ പ്രധാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്നായിട്ടുണ്ടല്ലോ. കൊള്ളാം. എന്റെ അഭിക്ക് നന്നായി ചേരുന്നുണ്ട്.
ആരാ ഇത്? അത് ഇത് ആരുടെ ഫോട്ടോ ആണെന്നാ ചോദിച്ചേ? പറ അരുൺ, ആ നെക്ലേസും കമ്മലും ഇട്ട് നിൽക്കുന്നത് ആരാ? അരുൺ സ്വപ്നം കണ്ട് നടക്കുന്ന അവളാണോ ഇത്? പറയാൻ. അറിയില്ല, എങ്ങനെയോ നമ്പർ മാറി വന്നതാവും. അല്ല, നമ്പർ മാറി വന്നതല്ല. അതാ വേഗം ഡിലീറ്റ് ചെയ്തത്. ഇതാരാണെന്ന് എനിക്കിപ്പ അറിയണം. ഐശ്വര്യ, എനിക്കിത് ആരാന്ന് അറിയില്ല. ഓഹോ, അവൾക്ക് നെക്ലേസും കമ്മലൊക്കെ വാങ്ങി കൊടുക്കാൻ അറിയാലേ? ആർക്ക്? അതാരാണ്? നിങ്ങൾ നെക്ലേസും കമ്മലും ഒക്കെ വാങ്ങി കൊടുക്കുന്നത് ആർക്കാ? എനിക്കത് ഇപ്പൊ അറിയണം. നീ ഇതാരുടെ കാര്യമാ പറയുന്നേ? മറുപടി അരുണാ പറയേണ്ടത്. വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. അങ്ങനെയൊന്നും ആരുമില്ല. അല്ല, അതവളാ. അവളെ അരുൺ സ്വപ്നം കണ്ടിരിക്കുന്നേ. അതാ എന്നോട് ഇത്ര വെറുപ്പ്. ആരവള്? എനിക്കറിയണം. ആരുമില്ല, അങ്ങനെയൊന്നും ആരുമില്ല. എന്നാ ഫോണിങ് എടുക്ക്. ഏത് നമ്പറിൽ നിന്ന് ആ ഫോട്ടോ വന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് വല്ലവരുടെ ഫോൺ ഐശ്വര്യ നോക്കുന്ന എന്തിനാ? വല്ലവരുടെയോ? എന്റെ ഹസ്ബൻഡിന്റെയാ. ആ ഫോണാ ഞാൻ നോക്കുന്നേ. ഹസ്ബൻഡിന്റെ ഫോണും ഹസ്ബൻഡിനെ നോക്കാൻ അറിയാം, മനസ്സിലായോ? മറ അരുൺ അവിടെ നിൽക്കാൻ. ആ ഫോണിങ് തന്നെ. ആ ഫോണിങ് തരാൻ. തരാനോ? അരുൺ, ഇതവളാ, ഉറപ്പാ. അരുൺ സ്വപ്നം കാണുന്നവളെ. വീട്ടില്ല ഞാൻ അവളെ. കണ്ടുപിടിക്കും. ഇങ്ങനെ ഞാൻ കണ്ടുപിടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഒരിക്കലും അന്വേഷിച്ചു വരരുതെന്ന് താക്കീത് കൊടുക്കും പോലെയാ വേലയ്യനെ ഞാൻ ജീവനോടെ വിട്ടത്. കുറച്ചുനാള് അയാൾ ഏതെങ്കിലും വൈദ്യശാലയിലെ ദേഹം തളർന്നു കിടക്കുമെന്ന് ഉറപ്പാ. പക്ഷേ അയാൾ നേരത്തെ തന്നെ രാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശത്രുക്കളെ അറിയിച്ചിട്ടുണ്ടെങ്കിലോ? ഇതിനകം തന്നെ അവർ നിങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സത്യം പറഞ്ഞ എനിക്കത് അറിയില്ല വേണുവേട്ട. ഭാവിയെക്കുറിച്ച് എനിക്കിപ്പോ ആലോചനകളൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമില്ലേ, ഒരു വിപതി ധൈര്യം, അത് മാത്രമേ മനസ്സിലുള്ളൂ. സത്യം. മനസ്സിലായി. വേലയും വന്നതുകൊണ്ടാണ് രാധ എന്നെ വിളിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ പെട്ടെന്നൊരു ആവശ്യമെന്ന ആരുണ്ട് സഹായത്തിന്? ആരുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും എല്ലാം പ്രസാദിനെ അറിയിക്കണമെന്നാ. വേണ്ട വേണുവേട്ട, വേണ്ട. അതിന് സമയമായിട്ടില്ല ഇതുവരെ. പക്ഷേ തന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അയാളല്ലേ രാധേ? പിന്നെന്തിനാ ഇനിയും വേണ്ടെന്ന് വെക്കുന്നത്? ആയിരിക്കും. എന്റെയോ അച്ചുവിന്റെയോ ദേഹത്ത് ആരെങ്കിലും ഒരു നുള്ളു പൂഴി വാരിയിട്ടാ പോലും പ്രസാദേട്ടൻ സഹിക്കില്ല. അത് സത്യവുമാണ്. പക്ഷേ പ്രകടമായിട്ട് പ്രസാദേട്ടൻ ഇക്കാര്യങ്ങളിൽ ഇടപെട്ട ഏറ്റവും വലിയ ശത്രു ആവാൻ പോകുന്നത് ആ മേഘനാഥനായിരിക്കും. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. പ്രസാദേട്ടനെയോ ആ കുടുംബത്തിലെ ആരെയോ തൃപ്പങ്ങോട്ടിന് വേണ്ടി ഞാനായിട്ട് ബലി കൊടുക്കില്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ നിങ്ങള്? സുഖത്തിലും ദുഃഖത്തിലും പ്രതിസന്ധികളിലും ആപത്തുകളിലും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസാദേട്ടൻ എന്റെ ആരുമല്ല വേണുവേട്ട. നാളെ നല്ലൊരു പെൺകുട്ടിയോടൊപ്പം ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കേണ്ട ആളാണ്. അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടാ. രാധ എന്താ ഒന്നും പറയാത്തത്? അഞ്ജലി, ഡോക്ടർ, എന്റെ മോൻ ഹീസ് ഓൾമോസ്റ്റ് നോർമൽ. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മറ്റു ടെസ്റ്റുകൾക്കൊന്നും കുറിക്കുന്നില്ല. ഡോക്ടർ, രാവിലെ മോന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിരുന്നു. വൈകിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാ.
അതിനിടയിലാ അവൻ സ്കൂട്ടറിൽ നിന്ന് വീണതും ബോധം കെട്ടതും. ശരി, നോക്കാം നമുക്ക്. കുട്ടിക്കിടയ്ക്കിടെ പനിയോ ജലദോഷമോ വരാറുണ്ടായിരുന്നോ? പനിക്കാറില്ല, കൂടെ കൂടെ മൂക്കടപ്പ് വരാറുണ്ട്. സൈനസൈറ്റിസിന്റെ ആവും. തുടർച്ചയായി ഇതേ സിംറ്റംസ് കാണിച്ചാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തൽക്കാലം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ, ശ്രദ്ധിച്ചോളാം. അവന്റെ നോസിൽ ചെറുതായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും. അധികം സ്ട്രെയിൻ എടുക്കാതിരുന്നാ മതി. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. ഓക്കെ. എന്തായാലും മോന്റെ കാര്യം പ്രസാദ് അറിയില്ലേ? എന്തു പറ്റിയെന്ന് പറയും താൻ. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പ്രസാദ് ഏട്ടനോട് പറയുന്നില്ല ഇനി. അച്ചു പറയില്ലേ? അതെന്തെങ്കിലും ചെയ്യണം, നോക്കാം എന്താന്ന്. ശരി, ഞാൻ പോവാ. താൻ എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം. താൻ മാത്രമല്ല, ആ വീട്ടിലുള്ളവരും. രാധയെ നേടാൻ മേഘനാഥൻ ഇറങ്ങി പുറപ്പെട്ട ചുട്ട് ചാമ്പലാക്കാൻ പോകുന്നത് ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കുമെന്ന് ഊഹിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അറിയാലോ? അയാള് വരട്ടെ വേണുവേട്ടാ. ഒന്നും അത്ര എളുപ്പമായി ഞാനിനി വിട്ടുകൊടുക്കില്ല. എനിക്കെന്റെ ജീവൻ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നാലും അയാളെയും കൊണ്ടേ ഞാൻ പോകൂ, അതുറപ്പാ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനൊക്കെ ഇല്ലേ തന്റെ കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാ. ഹലോ. എന്താ? റൂം വേണമായിരുന്നു. 2 റൂം വേണോ അതോ രണ്ടാൾക്കും കൂടെ ഒരു റൂം മതിയോ? ഒരു റൂം മതി. ഒരു റൂം എന്ന് പറഞ്ഞാൽ ഡബിൾ റൂം വേണോ അതോ സിംഗിൾ റൂം മതിയോ? സിംഗിൾ കിട്ടുമോ? ചാർജ് എത്രയായിരിക്കും? ഒരാൾക്ക് സിംഗിൾ കിട്ടും. 2 പേർക്ക് ഒരുമിച്ച് തന്നെ താമസിക്കണമെങ്കിൽ ഡബിൾ വേണം. 1200 ചാർജ് ആവും. ആ ശരി, എങ്കിൽ ഡബിൾ എടുത്തോ. ID കാർഡും അഡ്വാൻസ് 2000 രൂപയും വേണം. ആ ദാ. അതെ, ഇവിടെ അത്ര സുഖമില്ലാത്ത പോലെ. ആളും അനക്കൊന്നുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കിയാലോ? 1200 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടൂ. 5 സ്റ്റാർ ഹോട്ടൽ റൂം വേണമെങ്കിലേ കൊച്ചമ്മ സ്വന്തം പേഴ്സിൽ നിന്ന് ഒരു 10,000 രൂപയും എടുത്തതാ. നമുക്കൊരു ടാക്സി പിടിച്ച് അവിടെ ചെന്നിറങ്ങാം. ടോപ്പിലാ, റൂം നമ്പർ 102. ഞാൻ കൂടെ വരാം. ലഗേജ് എവിടെയാ? വേണ്ട വേണ്ട, എക്സ്ട്രാ ലഗേജ് ഒന്നും ഇല്ല. താക്കോലിങ്ങി തന്നാ മതി, ഞങ്ങളങ്ങ് പോയിക്കോളാം. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. അല്പം സമാധാനം കിട്ടാനാ ഇതുപോലെ ഒരിടത്ത് വന്നത്. സമാധാനമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് തന്നെ ആണല്ലോ അല്ലേ? അല്ലാതെ പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ പലരും വന്ന് റൂം എടുക്കാറുണ്ട്, ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ. യഥാർത്ഥത്തിൽ സംഭവം വേറെയാ. ഒടുവില് പോലീസ് ജീപ്പ് ഈ നടയിൽ വണ്ടി കൊണ്ടൊന്ന് ചവിട്ടി നിർത്തരുത്. ഞങ്ങളുടെ സ്ഥാപനത്തിന് നാണക്കേടാ. അതാ നേരത്തെ ചോദിച്ചത്. ഞങ്ങൾ അത്ര ഉടായ്പുകാരൊന്നും അല്ല, യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരാ. വേണമെങ്കിൽ തെളിവ് കാണിച്ചു തരാം. ആ ദാ നോക്ക്, നോക്കടോ. ആ ഇത് പോരെങ്കിലേ ഇതാ ഞാൻ കിട്ടിയ താലി. ഇപ്പൊ വിശ്വാസമായല്ലോ ഞങ്ങൾ ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. ശരി ശരി, കാര്യങ്ങൾ നടക്കട്ടെ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ഇനി ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത്, കേട്ടല്ലോ? ഓക്കെ സാർ, സാറിന്റെ ഇഷ്ടം പോലെ. വെള്ളമോ ഫുഡോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവരാം. ഓ, താനാ കീങ്ങെന്ന്. വാ, റൂമിലേക്ക് പോ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നൂഡിൽസിൽ ഞാൻ പോയിസൺ ചേർത്തിട്ടില്ലെന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു തരാം. എന്റെ പ്ലാൻ സക്സസ് ആയി. ഇവര് കിടന്നുറങ്ങുമ്പോ എനിക്ക് എന്റെ വല്യമ്മയുടെ കൂടെ പോവാലോ. ദൈവമേ, ഇവരത് മുഴുവൻ കഴിക്കുകയാണല്ലോ. ഉറങ്ങാനുള്ള മരുന്നാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നിങ്ങൾ എന്തിനാ ഇത് മുഴുവൻ കഴിക്കുന്നേ? നീ പേടിക്കണ്ട, നിനക്ക് വേറെ ഇരിപ്പുണ്ട്. എന്നാലും നിന്നെ കൊല്ലാൻ ഞാൻ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിലേ ഞാനിപ്പോ മരിച്ചു വീഴുമല്ലോ. ദൈവമേ, ഇത് മുഴുവൻ കഴിച്ചാ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? മതി കഴിച്ചത്. എന്താ മീനാക്ഷി ഇത്? അതിലും അമിതമായി ഉറക്കമരുന്ന് കലർത്തിയിട്ടുണ്ട്. എന്താ എന്താ പറ്റിയേ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? അയ്യോ 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 എന്റെ ദൈവമേ, മുത്തശ്ശൻ അവിടെ ഇല്ലല്ലോ. എന്താ പറ്റിയത് മോളെ? നന്ദിനി മോളെ, ഇതെന്താ പറ്റിയത്? ഇവര് ഉറക്കമരുന്ന് കഴിച്ചു. അയ്യോ, എന്ത് പ്രശ്നമുണ്ട് മോളെ? അതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് പിടിക്കേ. അതൊക്കെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയുന്നത്? അമ്മയുടെ മൂത്ത മരുമകള നന്ദിനിയെടുത്തി, അതായത് നിന്റെ അച്ഛൻ ജയറാമന്റെ യഥാർത്ഥ ഭാര്യ. എന്റെ അച്ഛന്റെ ഭാര്യയോ? അതെ, എന്റെ രാമേട്ടന്റെ പെങ്ങളാ നിന്റെ അമ്മ. എന്റെ ജയേട്ടനെ നന്ദിനിയുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി എന്റെ ജയേട്ടനെ തട്ടിക്കൊണ്ടു പോയ നെറുകെട്ട സ്ത്രീയാ നിന്റെ അമ്മ മാധുരി. അതിന്റെ പേരിൽ ജീവിതം തൊലഞ്ഞു പോയ ഒരു പഞ്ചഭാവമായ എന്റെ നന്ദിനി. അവൾ അതിനകത്ത് മരണവുമായി മല്ലിടുക.
ഇല്ലാതായി പോയല്ലോ. അമ്മേ, ഡോക്ടർ, ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. മാരകമായ പോയ്സണാണ് കഴിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ചാൻസ് 100-ൽ 1 മാത്രമാണ്. ഇതെന്താ സംഭവിച്ചത്? എന്റെ ദേവം വിഷം കഴിക്കാൻ എന്തായിരുന്നു കാരണം? അവിടെ ഇന്ദ്രജ അമ്മായി വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മീനാക്ഷി? അല്ല, ഞാനാ കാരണക്കാരി. അമ്മ വിഷം കഴിച്ചതല്ല, ഞാൻ കൊടുത്തതാ. മഹാഭാവിയായ ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.